ഹലോ. അപ്പോൾ ഇന്നത്തെ റെസിപ്പി നമുക്ക് കുറേ നാൾ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാൻ പറ്റുന്നൊരു റെസിപ്പിയാണ് കാണിക്കുന്നത്. നമുക്ക് ഒരു മാസം കൂടുതലൊക്കെ ഞാൻ കുറച്ച് കൂടുതൽ ചെയ്ത് വെക്കുന്നുണ്ട്. ഏകദേശം ഒരു 2 കിലോ ഉണ്ടാക്കിയെടുക്കാനുള്ള അളവാണ്. മാംഗ്ലൂർ സ്റ്റൈലിലുള്ള ഗീ റോസ്റ്റിൻ്റെ മസാലയാണ് കേട്ടോ. നമ്മൾ റെഡി ടു ഈറ്റ് എന്ന രീതിയിലൊക്കെ നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്നില്ല, അതുപോലെ നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാൻ പറ്റുന്നൊരു വിഭവമാണ്. ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നുണ്ട്. നമുക്ക് ചിക്കനോ മട്ടനോ ഫിഷോ ചെമ്മീനോ എന്ത് വേണമെങ്കിലും ഇതിലുണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതായത് ഇതിന് വേണ്ടിയിട്ട് ആദ്യം വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. എണ്ണം നോക്കുമ്പോൾ 50 എണ്ണം, ഏകദേശം 100 ഗ്രാമാണ് കേട്ടോ. ഈ ഒരു മുളക് നമ്മൾ നല്ലോണം കഴുകി എടുത്തിട്ട് ചൂടുവെള്ളത്തിൽ കുതിർത്ത് വെക്കുന്നുണ്ട്, പെട്ടെന്ന് അരഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങളൊന്ന് വറുത്തെടുക്കാനുണ്ട്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് 1/2 കപ്പ് മല്ലി എടുത്തിട്ടുണ്ട്. അതുപോലെ 4 ടീസ്പൂണ് കുരുമുളക്, 4 ടീസ്പൂണ് പെരുംജീരകം, 4 ടീസ്പൂണ് ചെറിയ ജീരകം ക്യൂമിൻ, പിന്നെ വേണ്ടത് ഒരു 15 ഗ്രാമ്പു, അതുപോലെ 4 ചെറിയ കഷ്ണം പട്ട എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ കൂടെ 2 ടീസ്പൂണ് ഉലുവ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഉലുവ ചേർത്തിട്ടില്ല. ഇനി ഇത് എല്ലാം കൂടെ ഇതുപോലെ ഒന്ന് വറുത്തെടുത്താൽ മതി. അപ്പോൾ ഒരുപാടൊന്നും ചേർത്ത് കൊടുക്കരുത്, ഞാൻ പറഞ്ഞ അളവിൽ മാത്രം എടുക്കുക. 4 ടീസ്പൂണ് കുരുമുളക്, 4 ടീസ്പൂണ് പെരുംജീരകം, 4 ടീസ്പൂണ് ചെറിയ ജീരകം, പിന്നെ 1/2 കപ്പ് മല്ലി, 15 ഗ്രാമ്പു, 4 ചെറിയ കഷ്ണം, ഏകദേശം 1/2 ഇഞ്ച് സൈസിലുള്ള 4 കഷ്ണം ചേർത്ത് കൊടുത്താൽ മതി പട്ട. എന്നിട്ട് ഇതുപോലെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വറുത്തെടുക്കുക. ഇനി ഇത് വറുത്തെടുത്ത ശേഷം നമ്മളിത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വേറൊരു പാത്രത്തിലോട്ട് മാറ്റുന്നെങ്കിൽ മാറ്റാം. ഇതിൽ തന്നെ വെച്ചുകൊണ്ട് കുറേ നേരം വെച്ചുകൊണ്ടിരിക്കരുത്, ഓവറായി പോകും. അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ബ്ലെൻഡറിലോട്ട് ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ഇത് പൊടിച്ചെടുക്കുന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ നല്ലതാണ് കേട്ടോ. ഇതിപ്പോൾ ഇതാ വറുത്തെടുത്തിട്ടുണ്ട്. പൊടിച്ചെടുക്കുമ്പോൾ നമുക്കിത് മുളകിൻ്റെ കൂടെ അരച്ചെടുക്കാനായിട്ട് ഒന്നും കൂടെ അരഞ്ഞ് കിട്ടാൻ നല്ലതാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഇത് കുതിർത്ത് വെച്ചിട്ടുള്ള മുളകാണ്. ഇതൊരു ബ്ലെൻഡറിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുന്ന വെളുത്തുള്ളിയാണ്. 1/4 കപ്പ് നിറച്ച് വെളുത്തുള്ളി എടുക്കുന്നുണ്ട്. ഏകദേശം ഒരു 32 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്ന നമ്മൾ നേരത്തെ വറുത്ത് വെച്ച ഈ ഒരു കൂട്ട് ചേർത്ത് കൊടുക്കുക. പൊടിച്ചതാണെങ്കിൽ പൊടിച്ചിട്ട് ഇതിൻ്റെ കൂടെ തന്നെ ചേർത്ത് കൊടുത്താൽ മതി. ഇനി വേണ്ടത് ഇതിലോട്ട് പുളിയാണ്. ഒരു ചെറിയ നാരങ്ങ, ആ ഒരു സൈസിലുള്ള 4 ബോൾസാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു സാധാ ചെറിയ സൈസിലുള്ള നാരങ്ങ സൈസിലുള്ള 4 ബോൾസ്. ഗ്രാം വൈസ് നോക്കുമ്പോൾ 40 ഗ്രാമാണ് കേട്ടോ പുളി എടുത്തിട്ടുള്ളത്. പിന്നെ പാകത്തിനൊരു ഇച്ചിരി മഞ്ഞൾപ്പൊടി, അതുപോലെ നമ്മൾ കുതിർത്ത് വെച്ചിട്ടുള്ള മുളക് കുതിർത്ത് വെച്ച വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പോരാന്ന് തോന്നുന്നുണ്ടെങ്കിൽ സാദാ വെള്ളവും കൂടെ കൂട്ടത്തിൽ ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഇത് നന്നായിട്ട് അരച്ചെടുക്കാം കേട്ടോ. നല്ല മഷി പോലെ നല്ല ഫൈനായിട്ട് തന്നെ ഇത് അരച്ചെടുക്കണം. ഇപ്പോൾ ഇത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യുന്നത്, ഒരു പാത്രം ചൂടാകുമ്പോൾ നെയ്യാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഗീ റോസ്റ്റ് അല്ലേ ഉണ്ടാക്കിയെടുക്കുന്നത്, അപ്പോൾ അതിന് നെയ്യ് കുറച്ച് കൂടുതൽ വേണം. ഒരു 4 അല്ലെങ്കിൽ ഒരു 5 ടേബിൾ സ്പൂൺ വരെ നെയ്യ് ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കുക. ചൂടായി വരുമ്പോഴേക്കും ഫ്ലെയിം കുറച്ചിട്ട് നമ്മൾ അരച്ച കൂട്ട് ചേർത്തിട്ട് ആദ്യം ഒന്ന് വെള്ളമൊന്നും ചേർക്കാതെ 1 മിനിറ്റ് വേണ്ട 1/2 മിനിറ്റൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. ഈ ഒരു നെയ്യിൽ ഈ ഒരു മസാല, അപ്പോൾ ഈ ഒരു മസാലയുടെ പച്ചമണം മാറാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് ഇതിലോട്ട് നമുക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ട് ഇത് ഒന്ന് തിളപ്പിച്ചെടുക്കണം. തിളച്ചാൽ മാത്രം പോരാ, ഇത് തിളക്കുമ്പോൾ തന്നെ ഇതിലുള്ള നെയ്യൊക്കെ ഒന്ന് മിക്സായിട്ട് കിട്ടും. എന്നിട്ട് നന്നായിട്ട് നമ്മളിപ്പോൾ ഇതിലോട്ട് ഇപ്പോൾ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു ബൗളിലോട്ട് തന്നെ ആക്കിയിട്ട് ഇത് കുറച്ച് നേരം ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഒരു മീഡിയം അല്ലെങ്കിൽ ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 3 മിനിറ്റൊക്കെ ഒന്ന് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ നന്നായിട്ട് ഇത് തിളച്ച് വരുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്താൽ മതി. നല്ലോണം തിളച്ച് വരുമ്പോൾ ഇതിലുള്ള നെയ്യൊക്കെ ഇങ്ങനെ തെളിഞ്ഞ് വരും. അപ്പോൾ അതുവരെ ഇതൊന്ന് ഏകദേശം ഒരു 3 മിനിറ്റൊക്കെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. നമ്മളിതുപോലെ ഇങ്ങനെ ഗീ റോസ്റ്റിൻ്റെ മസാല ഉണ്ടാക്കിയെടുത്തിട്ട് സെയിൽ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് സെയിൽ ചെയ്യാം കേട്ടോ. പക്ഷെ നമുക്ക് ദൂരത്തേക്ക് കൊടുത്ത് വിടണമെങ്കിൽ, ഇത് കേടാവാതെ നിൽക്കണമെങ്കിൽ നമ്മളിത് പാക്ക് ചെയ്യുന്ന ഒരു രീതി, ഇപ്പോൾ റെഡി ടു ഈറ്റ് എന്ന രീതിയിലൊക്കെ കിട്ടുന്നില്ലേ പാക്ക് ചെയ്തിട്ട്, അതൊക്കെ നമ്മൾ പുറത്തന്നെയല്ലേ വെക്കുന്നത്, ഫ്രിഡ്ജിലൊന്നും അല്ലല്ലോ. അപ്പോൾ അത് അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരും. അങ്ങനെയല്ലാതെ നമുക്ക് അടുത്തുള്ള നെയ്ബേഴ്സിനും അല്ലെങ്കിൽ പരിചയക്കാർക്കൊക്കെ നമുക്ക് ഇങ്ങനെ ചെയ്തിട്ടൊക്കെ കൊടുത്ത് സെയിൽ ചെയ്യാം കേട്ടോ. സെയിൽ ചെയ്ത് കൊടുത്ത് വിടാം. അത് ബിസിനസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ വീട്ടിൽ വെറുതെ ഇരിക്കുന്നവർ. ഇതിപ്പോൾ ഇത് കണ്ടില്ലേ, ഇത് നന്നായിട്ട് തിളച്ച് ഇതിലുള്ള നെയ്യൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇത്രയും മതി. ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം.
പിന്നെ കാസർഗോഡ് പൊതുവേ ഇതുപോലെ തന്നെ കാണുമ്പോൾ ഏകദേശം ഈ ഒരു കളർ തന്നെയാണ്. മുളക് അരച്ച് വെക്കലുണ്ട് ഫ്രിഡ്ജിലൊക്കെ. അപ്പോൾ അത് ഞാൻ മുളക് അരച്ച് വെക്കുന്നത് തിളപ്പിച്ച് തക്കാളിയും സവാളയും ഒക്കെ ചേർത്ത് വഴറ്റി തിളപ്പിച്ച് വെക്കുന്നൊരു വീഡിയോ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു, ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യുന്ന വീഡിയോ. അത് നമ്മൾ പിന്നെ ചിക്കനോ മട്ടനോ ചേർത്തിട്ട് വേവിച്ചെടുത്താൽ മാത്രം മതി. അങ്ങനെ ചെയ്തിട്ടും സെയിൽ ചെയ്യുക കേട്ടോ, താല്പര്യമുള്ളവർ. ഞാൻ മംഗലാപുരം താമസിക്കുന്ന സമയത്ത് അവിടെ അടുത്തുള്ളൊരു അപ്പാർട്ട്മെൻറ്റിൽ മുളക് അരച്ചതൊക്കെ ഇങ്ങനെ സെയിൽ ചെയ്യുന്നവരുണ്ടായിന്. അപ്പം നമുക്ക് അത്യാവശ്യ സമയത്തൊക്കെ ഇങ്ങനെ ആവശ്യമുള്ളവരാരെങ്കിലും പെട്ടെന്ന് വിരുന്നുകാർ വരുമ്പോൾ അല്ലെങ്കിൽ പെട്ടെന്ന് ഇങ്ങനെ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കണമെന്നുണ്ടാവുമ്പോൾ പിന്നെ മുളക് അരച്ചത് അങ്ങനെ വാങ്ങുന്നുണ്ടായിന്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ നന്നായിട്ട് ആ ഒരു ബിസിനസ് കൊണ്ടുപോകുന്നുണ്ടായിന് കേട്ടോ. അങ്ങനെയൊക്കെ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ആ ഒരു രീതിയും മുളക് അരച്ചതും അല്ലെങ്കിൽ ഇതുപോലെ ഗീ റോസ്റ്റിൻ്റെ മസാലയൊക്കെ ഉണ്ടാക്കിയിട്ടൊക്കെ സെയിൽ ചെയ്യാം. ഒരുപാട് സ്ത്രീകളിങ്ങനെ ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആൾക്കാരുണ്ടല്ലോ, അപ്പോൾ അവർക്ക് ഇതൊക്കെ നല്ലൊരു ബിസിനസ്സാണ് കേട്ടോ, ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇതാ ഞാനിതിപ്പോൾ ചൂടാറി വന്നപ്പോൾ ഇതൊരു കണ്ടെയ്നറിലോട്ട് ആക്കി വെക്കുന്നുണ്ട്. ഞാനിതിപ്പോൾ ഒരു 2 കണ്ടെയ്നർ ഫ്രീസറിലും ഒരു ചെറിയ കണ്ടെയ്നറും ഫ്രിഡ്ജിലുമാണ് കേട്ടോ വെക്കുന്നത്. ഇതിപ്പോൾ ഇതാ വലിയ കണ്ടെയ്നറിൽ കുറച്ചധികം ഇട്ട് വെച്ചിട്ടുണ്ട്, ഏകദേശം 1 കിലോ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനുള്ള അളവ്. അതുപോലെ ഈ ചെറുതിൽ ഒന്നിൽ ഒരു 3/4 കിലോ, പിന്നെ വേറെ ഒരെണ്ണത്തിൽ 1/2 കിലോ ചെയ്യുന്നതിനേക്കാളും താഴെയായിട്ട് ആ ഒരു രീതിയിലാണ് ഞാനിപ്പോൾ സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ ചെറിയൊരു കുറച്ച് വെച്ചിട്ടുള്ള കണ്ടെയ്നറാണ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിന്നീട് ഞാൻ കാണിക്കുന്നുണ്ട്. ബാക്കി 2ഉം ഫ്രീസറിലാണ് കേട്ടോ ഇത് വെക്കുന്നത്. മൂടി വെച്ചിട്ട് ഫ്രീസറിൽ വെച്ചാൽ മതി. നമുക്ക് 1 മാസം കൂടുതലൊക്കെ ഇത് ഫ്രീസറിൽ ഒന്നും ആവില്ല കേട്ടോ, 1 മാസം കൂടുതൽ വെക്കാം. അതുപോലെ ഫ്രിഡ്ജിലാണെങ്കിൽ ഒരാഴ്ചയൊക്കെ വെക്കാം. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള സമയത്ത് തലേന്നൊക്കെ എടുത്തിട്ട് ഫ്രീസറിൽ നിന്ന് എടുത്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. അപ്പോൾ ഇതിൻ്റെ ഐസൊക്കെ പോയിട്ട് നമ്മൾ ഫ്രഷായിട്ട് എങ്ങനെയാണോ നമ്മൾ വെച്ചാൽ ആ ഒരു രീതിയിൽ തന്നെ ഉണ്ടാവും. ഇനി ഇത് വെച്ചിട്ട് കുറച്ച് ഞാനൊരു ചിക്കൻ വെച്ചിട്ട് ഗീ റോസ്റ്റ് ഉണ്ടാക്കുന്ന കാണിച്ചു തരാം. അപ്പോൾ ചിക്കന് പകരം മട്ടനോ അല്ലെങ്കിൽ ഫിഷോ ചെമ്മീനോ എന്ത് വേണമെങ്കിലും എടുക്കാം. ഇതിപ്പോൾ ദാ ഒരു 400 ഗ്രാമും ഇല്ല കേട്ടോ, ഏകദേശം ഒരു 400 ഗ്രാം അടുത്താണ് ഞാനിപ്പോൾ ചിക്കൻ എടുത്തിട്ടുള്ളത്. ഇപ്പം എൻ്റെ കയ്യിലുണ്ടായിരുന്ന ചിക്കൻ വെച്ചിട്ടാണ് കാണിക്കുന്നത്. ബോൺലെസ് ആയിട്ടുള്ള ചിക്കനാണ് കേട്ടോ ഉണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ബോണോട് കൂടിയിട്ടുള്ള ചിക്കൻ എടുക്കാം. ഇനി ഇതിലോട്ട് ഒരു പകുതി നാരങ്ങ പിഴിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഇപ്പോൾ ഒരു ടേബിൾ സ്പൂണാണ് ഞാൻ തൈര് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ പാകത്തിനുള്ള ഉപ്പ്, 1/2 ടീസ്പൂണ് മുളക് പൊടി, ഒരിച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലോട്ട് ഒരു കാര്യം വിട്ടുപോയിട്ടുണ്ട്, 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. തൈര് പോരാന്ന് തോന്നിയപ്പോൾ ഞാൻ വീണ്ടും 1 ടേബിൾ സ്പൂണ് തൈര് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മൊത്തത്തിൽ 2 ടേബിൾ സ്പൂണ് തൈരാണ്. ഇനി ഇത് നന്നായി മിക്സ് ചെയ്തിട്ട് ഒരു 15 മിനിറ്റ് ഇതൊന്ന് മാറ്റി വെച്ചാൽ മതി. ഒന്ന് മാരിനേറ്റ് ചെയ്തിട്ട് ഇതുപോലെ ഒരു 15 മിനിറ്റ് മാറ്റി വെക്കാം. ഇനി നമുക്കൊരു പാത്രം ചൂടാകുമ്പോൾ ഇതിലോട്ട് ഒരു 2-3 ടീസ്പൂണാണ് നെയ്യ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഇതിലോട്ട് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഏകദേശം ഒരു ഹാഫ് കുക്ക് എന്ന രീതിയിൽ ഒരു 80% ഫ്രൈ ആയി കിട്ടിയാൽ മതി. അങ്ങനെ നല്ലോണം മൊരിച്ചെടുക്കണ്ട. ഇതിലോട്ട് ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു സൈഡ് ഒന്ന് കളർ മാറി വരുമ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഈ ഒരു ഗീ റോസ്റ്റ് എന്ന് പറയുന്നത് തന്നെ നെയ്യ് വെച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ നമുക്ക് എല്ലാത്തിൻ്റെയും ഇത് ചെയ്യാനായിട്ട് നെയ്യാണ് മെയിനായിട്ട് വേണ്ടത്. നെയ്യ് കൂടുതൽ ചേർത്ത് കൊടുക്കും തോറും ഇത് ടേസ്റ്റ് കൂടുതലാണ്. ഗീ റോസ്റ്റിന് നല്ലോണം നെയ്യ് ചേർത്ത് കൊടുക്കലുണ്ട്. ഞാനിപ്പോൾ ഇതിലോട്ടൊന്നും അത്ര ചേർത്തിട്ടില്ല. പിന്നീട് നമ്മളിത് മസാല ചേർത്തുണ്ടാക്കിയെടുക്കുമ്പോൾ ഇച്ചിരി നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ ഇതാ ഒരു സൈഡ് ചെറുതായിട്ടൊന്ന് കളർ മാറി വരുമ്പോൾ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി മറ്റേ സൈഡും കൂടെ ഒന്ന് ഇതുപോലെ ചെറുതായിട്ട് കളർ മാറുമ്പോൾ നമുക്ക് മാറ്റാം. നല്ലോണം അങ്ങനെ മുരിച്ചെടുക്കണ്ട, ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. പിന്നെ മട്ടൻ വെച്ചിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു 2 മണിക്കൂറൊക്കെ മാരിനേറ്റ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെക്കാം കേട്ടോ. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് പെട്ടെന്ന് കുക്കായി കിട്ടും. അതുപോലെ കുക്കറിലിട്ടിട്ടൊന്ന് 3/4 ഭാഗം ഒന്ന് കുക്ക് ചെയ്തെടുക്കണം ആദ്യം. അതുപോലെ ഫിഷോ അല്ലെങ്കിൽ ചെമ്മീനൊക്കെ നമുക്ക് ഇതേപോലെ ചെയ്തെടുക്കാം. ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ച മസാല ഈ ഒരു പാനിലോട്ട് തന്നെ ചേർത്ത് കൊടുക്കാം. ചെറിയൊരു കണ്ടെയ്നറിൽ വെച്ചിട്ടുണ്ട്, അതിനകത്താണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ള കുറച്ചല്ലേ ചിക്കൻ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇതിലോട്ട് ഇതന്നെ ഞാനിപ്പോൾ ഫുള്ള് ചേർക്കുന്നില്ല. നിങ്ങൾക്ക് നല്ല ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ ഫുള്ളായിട്ട് മസാല ഇതിലിപ്പോൾ വെച്ചിട്ടുള്ള ഞാൻ ഫുൾ എടുത്തിട്ടില്ല, ഒരു ഇച്ചിരി ബാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലോട്ട് നമ്മൾ ഇതുപോലെ ഇങ്ങനെ ഇളക്കി കൊടുക്കുക. ആദ്യം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഈ ഒരു നെയ്യിൽ ഒന്ന് ഇളക്കി കൊടുക്കുക.
അപ്പോൾ നമ്മളുണ്ടാക്കിയ ഈ ഒരു മസാല നേരത്തെ ഞാൻ പറഞ്ഞില്ലേ 2 കിലോ അളവിലുള്ള മസാല. നിങ്ങൾ 2 കണ്ടെയ്നറിൽ വെക്കുന്നുണ്ടെങ്കിൽ 1 കിലോ ചിക്കനൊക്കെ നേരെ പകുതി എടുക്കാം. അതുപോലെ 4 കണ്ടെയ്നറിലാക്കിയിട്ട് ഈക്വലാക്കിയിട്ട് വെച്ചാൽ ഓരോ കണ്ടെയ്നറും 1/2 കിലോ ചിക്കൻ എടുക്കാം. ആ ഒരു രീതിയിൽ നമ്മളൊന്ന് മനസ്സിലാക്കിയിട്ട് വെച്ചാൽ മതി. കണ്ടെയ്നറോ അല്ലെങ്കിൽ സിപ്പ് ലോക്ക് ബാഗിലൊക്കെ വെക്കാം കേട്ടോ. ഇതിപ്പോൾ കുറച്ച് നേരം ഞാൻ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഒരിച്ചിരി നേരം മതി കേട്ടോ, 1 മിനിറ്റും വേണ്ട. എന്നിട്ട് ഇതിലോട്ട് നമ്മൾ ആദ്യം ഈ ഒരു ചിക്കൻ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ നമ്മൾ ഈ ഒരു ചിക്കനിൽ ഉപ്പ് ആദ്യം ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നോക്കിയിട്ട് ഉപ്പ് എന്തായാലും കുറച്ച് ചേർത്ത് കൊടുക്കാം, ഉപ്പ് വേണ്ടി വരും. പിന്നെ ഈ ഒരു സമയത്തും നമ്മൾ ഇതുപോലെ ഇങ്ങനെ ഇളക്കി കൊടുക്കുമ്പോൾ ഒരു ഇച്ചിരി നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്, ഒരുപാടൊന്നുമല്ല. ഇപ്പം ഞാനിപ്പോൾ ഈ ഒരു സമയത്ത് 1 ടീസ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നീട് കുറച്ച് കഴിഞ്ഞിട്ട് വീണ്ടും 1 ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ടീസ്പൂണാണ്, ടേബിൾ സ്പൂൺ അല്ല. ഇതിപ്പോൾ കുറച്ച് ചിക്കൻ ആയതുകൊണ്ട്, അല്ലാന്നുണ്ടെങ്കിൽ ഒരിച്ചിരി നെയ്യ് കൂടുതൽ ചേർത്ത് കൊടുക്കുക. ഇനി ഇതുപോലെ വീണ്ടും നമ്മൾ ഇളക്കി കൊടുക്കുക. പിന്നെ ഗീ റോസ്റ്റ് ഉണ്ടാക്കുമ്പോൾ ശർക്കര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ശർക്കര മസ്റ്റാണ് കേട്ടോ, ഒരുപാടൊന്നുമല്ല. ഈ ഒരളവിൽ നമുക്കൊരു 2 ടീസ്പൂണൊക്കെ മതിയാകും. ഞാനിപ്പോൾ തൽക്കാലം പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ശർക്കര തന്നെ ചേർത്ത് കൊടുത്താൽ മതി. 2-3 ടീസ്പൂൺ അത്രയും മതിയാവും. പിന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പാകത്തിന്. അതുപോലെ ഒരിച്ചിരി പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് ശർക്കരക്ക് പകരം. എന്നിട്ടിത് വീണ്ടും ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇത് മസാല നല്ല തിക്കായിട്ട് ഈ ഒരു ചിക്കനിൽ ഒന്ന് പരണ്ടിരിക്കുന്നൊരു പരുവയില്ലേ, നെയ്യൊക്കെ തെളിഞ്ഞൊരു പരണ്ടിരിക്കുന്നൊരു പരുവം, അതുപോലെ ആവണം കേട്ടോ. ഇതുപോലെ നമ്മൾ ഇളക്കി കൊടുത്തിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് അപ്പോൾ വീണ്ടും ഒരിച്ചിരി നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്, 1 ടീസ്പൂണൊക്കെ. എന്നിട്ട് ഇതുപോലെ ഇളക്കി കൊടുത്തിട്ട് ഇതിൻ്റെ ഫൈനൽ സ്റ്റേജ് ഞാൻ കാണിച്ചു തരാം, ലാസ്റ്റ് എങ്ങനെയുണ്ടെന്നുള്ളത്. ഇതിപ്പോൾ കുറച്ച് നേരം ഇതുപോലെ തന്നെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് റെഡിയായി കിട്ടുന്നുണ്ട്, ഒരുപാട് സമയം വേണ്ട. ഇതിൻ്റെ മസാല നമ്മൾ ഉണ്ടാക്കി വെച്ചാൽ പിന്നെ എളുപ്പമാണ് ഈ ഒരു ഗീ റോസ്റ്റ് ഉണ്ടാക്കിയെടുക്കാൻ. ഇതുപോലെ ഒന്ന് കുറച്ച് നേരം ഇളക്കിയെടുക്കുന്ന പരിപാടിയേ ഉള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് തക്കാളി സവാള കട്ട് ചെയ്യുന്നതും അത് വഴറ്റുന്നതും അങ്ങനത്തെ പരിപാടിയൊക്കെ അല്ലേ, ഇതിൽ അതൊന്നും ഇല്ല കേട്ടോ. ഈസിയാണ് ചെയ്തെടുക്കാനായിട്ട്. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്, കണ്ടില്ലേ, ഈ ഒരു രീതിയിലാണ് വേണ്ടത്. ഇതിന് ബെസ്റ്റ് കോമ്പിനേഷനായിട്ട് നീർദോശയാണ്. മാംഗ്ലൂരിലൊക്കെ മംഗലാപുരം ആ ഒരു ഇതിലൊക്കെ ഈ ഒരു ചിക്കൻ ഗീ റോസ്റ്റും നീർദോശയും ഒക്കെ ബെസ്റ്റ് കോമ്പിനേഷനാണ് കേട്ടോ, നല്ല ഫേമസ് ആണ് അവിടെയൊക്കെ. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. എന്നിട്ട് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത് കേട്ടോ. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസായിട്ട് അറിയിക്കാനും മറക്കരുത്. അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇനി ഇതുപോലെ നല്ല റെസിപ്പിയുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്